ശ്രീ പി സുമോദ്. സർ, വിദേശ വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിപ്പിക്കുന്നതിന് പരമ്പരാഗതമായ പ്രചരണങ്ങൾക്ക് പുറമെ പുതിയ ഏതെല്ലാം പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്? യെസ് മിനിസ്റ്റർ. സർ, നമ്മുടെ സംസ്ഥാനത്തേക്ക് വിദേശ സഞ്ചാരികൾ കൂടുതൽ വരുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ, അതുപോലെ US എന്നിവിടങ്ങളിൽ നിന്നാണ്. നമ്മൾ നിലവിൽ വരുന്നിടങ്ങളിൽ നിന്നും ആളുകൾ വർദ്ധിച്ച് വരുന്നുണ്ടെങ്കിലും ലുക്ക് ഈസ്റ്റ് പോളിസി എന്നുള്ള നിലയിൽ ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ഒരു പ്രത്യേക താല്പര്യത്തോടു കൂടിയുള്ള ഒരു മാർക്കറ്റിംഗ് അനിവാര്യമാണെന്നാണ് പൊതുവെ കാണുന്നത്. ചൈന മുതൽ ഓസ്ട്രേലിയ വരെയുള്ള രാജ്യങ്ങളിലേക്ക് പ്രത്യേക നിലയിലുള്ള മാർക്കറ്റിംഗ് ആലോചിക്കുകയാണ്. സർ, ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്തെ ടൂറിസം വകുപ്പ് മലേഷ്യൻ എയർവേസുമായി ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. സർ, ഈ ഏപ്രിൽ മാസം മലേഷ്യൻ എയർവേസ് 8 രാജ്യങ്ങൾ, അതിൽ 40 ടൂർ ഓപ്പറേറ്റർമാർ, 15 സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നിവരുമായി തിരുവനന്തപുരത്തും കേരളത്തിലും വരുന്നുണ്ട് എന്നുള്ള സന്തോഷ വിവരം സഭയെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഈ 8 രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ലുക്ക് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായി ചൈന മുതൽ ഓസ്ട്രേലിയ വരെ ജപ്പാനുണ്ട്, ന്യൂസിലാൻഡുണ്ട്, മലേഷ്യയുണ്ട്, ഇന്തോനേഷ്യയുണ്ട് തുടങ്ങിയ രാജ്യങ്ങളുണ്ട്. സർ, ഇത് വലിയ നിലയിലേക്ക് നമുക്ക് നിലവിൽ വിദേശ സഞ്ചാരികൾ വരവിൻ്റെ കുറവുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വരാനുള്ള സഹായകരമായ സ്ഥിതി ഉണ്ടാകും. സർ, ആ നിലയിൽ നിലവിലുള്ള വിപണിക്ക് പുറമെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത ആളുകളെ കൊണ്ടുവരേണ്ട സ്ഥലങ്ങളെ കണ്ടെത്തുക എന്നുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമായാണ് മലേഷ്യൻ എയർവേസുമായി ഇത്തരത്തിലൊരു ധാരണ ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ശ്രീലങ്ക എന്ന് പറയുന്ന രാജ്യം പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് രാജ്യമായി മാറിയതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിലൊന്ന് ശ്രീലങ്കൻ എയർവേസ് വഹിക്കുന്ന പങ്കാണ്. സർ, ശ്രീലങ്കൻ എയർവേസ് ഏത് രാജ്യത്താണോ അവർ സർവീസ് നടത്തുന്നത് ആ രാജ്യത്ത് ശ്രീലങ്കൻ ടൂറിസത്തിൻ്റെ പ്രചാരകരായി മാറുന്നുണ്ട്. ആ നിലയിൽ ഒരുപാട് പേരെ ശ്രീലങ്കൻ എയർവേസ് തന്നെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മളൊരു രാജ്യമല്ല, ഒരു സംസ്ഥാനമാണ്. നമുക്ക് ഒരു എയർവേസ് സംവിധാനമില്ല, അങ്ങനെയുള്ള പരിമിതികളുണ്ട്. എന്നാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നമ്മുടെ വിദേശ സഞ്ചാരികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായി മാറും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേരളത്തിൻ്റെ ടൂറിസം സാധ്യതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ കാലത്തെ പദ്ധതികളിലൊന്നായ വെൽനസ് ടൂറിസത്തിൻ്റെ പ്രചരണത്തിന് പ്രത്യേകമായ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, വെൽനസ് ടൂറിസം ഇന്ന് ലോകത്ത് തന്നെ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം പ്രധാനപ്പെട്ടൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. സർ, ഒന്ന്, കോവിഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയായി വരുന്നു. അതിൻ്റെ ഭാഗമായി ട്രീറ്റ്മെൻറ്റ് പല നിലയിലും നടത്താൻ വേണ്ടി ആളുകളെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്ത് ദൂരത്ത് പോയി ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് പൊതുവേ ഒരു താല്പര്യമായിട്ട് വരുന്നത്. $800 ബില്യൺ ബിസിനസ്സാണ് ഒരു വർഷം, ഒറ്റ വർഷം വെൽനസ് ടൂറിസത്തിൻ്റെ ഭാഗമായി മാത്രം വന്നത്. $800 ബില്യൺ. സർ, നമ്മുടെ സംസ്ഥാനത്തിനാണെങ്കിൽ ഇതിൽ അനന്ത സാധ്യതയുണ്ട്. സർ, പ്രത്യേകിച്ച് ആയുർവേദ, ആ സാധ്യതയെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ വെൽനസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ഒരു വെൽനസ് ആയുർവേദ കോൺക്ലേവ് ടൂറിസം വകുപ്പ്, ആരോഗ്യവകുപ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഒരു വെൽനസ് ആയുർവേദ കോൺക്ലേവ് ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കാൻ ആലോചിക്കുന്ന വിവരം ഈ സഭയെ ഞാൻ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി വെൽനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ടൂർ ഓപ്പറേറ്റർമാരെയും മറ്റു പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഉൾപ്പെടുത്തി ഈ കോൺക്ലേവ് സംഘടിപ്പിക്കും. അത് എല്ലാ നിലയിലും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പുറത്തുള്ള നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വെൽനസ് ടൂറിസത്തിൻ്റെ ഭാഗമായി ആളുകൾ കടന്നു വരുന്നതിന് ഏറെ സഹായകരമാകും എന്നുള്ളത് അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.